സഖാവ് ബിനോയ് വിശ്വത്തിനോട് ഇത് പറയാതെ പോകുന്നത് ശരിയല്ല. കനത്ത തിരിച്ചടികളിലും പരാജയങ്ങളിൽ നിന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ജനങ്ങളുമായി ഒന്നിപ്പിച്ച് തിരികെ കൊണ്ടുവരേണ്ട ഒരു നിർണായക രാഷ്ട്രീയ ഘട്ടത്തിലൂടെയാണ് ഇന്ന് കേരളവും ഇടതുമുന്നണിയും കടന്നുപോകുന്നത്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിന് പകരം നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് വേണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്നും ഒക്കെ ആവശ്യപ്പെട്ട് ബിനോയ് വിശ്വവും CPI നേതൃത്വവും നടത്തുന്ന അവകാശവാദങ്ങൾ അതൊക്കെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. ഇതെന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത്? അധികാരമില്ലാത്ത ഈ വേളയിൽ മുന്നണിയിൽ ഭിന്നതയും അസ്വാരസ്യങ്ങളും മാത്രം സൃഷ്ടിച്ച് പൊതുസമൂഹത്തിൽ ചർച്ചകളിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുന്നത് എന്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിലാണ്? ഇതാണോ ഇടതുപക്ഷ രാഷ്ട്രീയം? ഇടതുമുന്നണി എന്നാൽ ഒരു കക്ഷിയുടെ മാത്രം കുത്തകയല്ലെന്ന് വാദിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ CPI എന്ത് ക്രിയാത്മകമായ ഇടപെടലാണ് നടത്തിയതെന്ന് നേതൃത്വം വ്യക്തമാക്കണം. വിലക്കയറ്റവും ജനകീയ പ്രശ്നങ്ങളും കത്തി നിൽക്കുന്ന ഈ സമയത്ത് നിയമസഭയ്ക്കുള്ളിലെ പദവികൾക്കും കസേരകൾക്കും അവകാശവാദങ്ങൾക്കും പിന്നാലെ വാശി പിടിക്കുന്നത് പ്രസ്ഥാനത്തോടും ജനങ്ങളോടുമുള്ള ഒരു വെല്ലുവിളിയാണ്. സ്വന്തം അസ്തിത്വം അടയാളപ്പെടുത്താൻ എന്ന പേരിൽ മുന്നണി മര്യാദകൾ ലംഘിച്ചു നടത്തുന്ന ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഇടതുപക്ഷത്തിന്റെ അടിത്തറയാണ് തകർക്കുന്നത്. പദവികൾക്ക് വേണ്ടിയുള്ള ഈ വിലപേശൽ രാഷ്ട്രീയം അവസാനിപ്പിച്ച് താഴെത്തട്ടിൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാനുള്ള ആർജവമാണ് ബിനോയ് വിശ്വവും CPI നേതൃത്വവും കാണിക്കേണ്ടത്. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇടതുമുന്നണി കൂടുമ്പോൾ അവിടെ വേണം പറയാൻ, അല്ലാതെ മാധ്യമങ്ങളിലും ചാനലുകളിലും അല്ല പറയേണ്ടത്. നിങ്ങൾ നേതൃത്വത്തിലുള്ളവർക്ക് ഇതൊക്കെ ഒരു അലങ്കാര ചർച്ചയായിരിക്കും. എന്തോ വലുത് നേടിയെടുക്കാമെന്നുള്ള പോരാട്ടമായിരിക്കും. യുദ്ധത്തിൽ ജയിച്ചു വന്ന യോദ്ധാവിന്റെ മനസ്സായിരിക്കും. പക്ഷെ അണികൾക്കതല്ല. അവർക്ക് നിങ്ങളോട് പുച്ഛമാണ് തോന്നുന്നത്. പ്രതിപക്ഷ നേതാവ് പദവിക്ക് ക്യാബിനറ്റ് റാങ്കും ഔദ്യോഗിക വസതിയും വാഹനവും സുരക്ഷയും പേഴ്സണൽ സ്റ്റാഫും ഉൾപ്പെടെയുള്ള വലിയ ആനുകൂല്യങ്ങൾ, വലിയ സന്നാഹങ്ങൾ ലഭിക്കുമ്പോൾ, സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ ഉപനേതാവ്, ചീഫ് വിപ്പ് എന്നീ പദവികൾക്ക് നിയമസഭാ മന്ദിരത്തിൽ ഇരിക്കാൻ ഒരു ഓഫീസ് മുറി മാത്രമാണ് ലഭിക്കുന്നത്. യാതൊരു സാമ്പത്തിക ആനുകൂല്യങ്ങളുമില്ലാത്ത ഈ പദവിക്കായി പാർട്ടികൾ തമ്മിൽ പോരാടുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഉപനേതാവ് സ്ഥാനം ഇപ്പോൾ CPIക്ക് നൽകിയാൽ അടുത്ത തവണ ഭരണത്തിലെത്തുമ്പോൾ ഇതേ പദവിയുടെ പേരിൽ അവർ ഭരണമുന്നണിയിലും പിടിമുറുക്കാനും കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാനും സാധ്യതയുണ്ടെന്നാണ് CPM നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഈ വലിയ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കാലാകാലങ്ങളായി തങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ പദവി മറ്റാർക്കും വിട്ടുകൊടുക്കാൻ CPM തയ്യാറാകാത്തത്. കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ള CPMന്റെ ഈ നിലപാടിൽ ന്യായമുണ്ടെന്നാണ് നേതാക്കൾ പറയുന്നത്. ഏതായാലും ഈ ചെറിയ കാര്യത്തിന് വരെ പരസ്പരം യോജിപ്പില്ലാതെ കടിപിടി കൂടുന്നത് ഒരു തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത്.